അപ്പം ലോഗരിതം നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ലോഗരിതത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പലതും കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ നോക്കൂ, കുറേ നമ്പേഴ്സ് ഞാൻ ഇവിടെ എഴുതാം. 10⁻1 എത്രയാണ്? 10 ആണല്ലേ. 10 സ്ക്വയറോ 100 ആണ്. 10 ക്യൂബോ 1000 ആണ് അല്ലേ. 10⁻4 10,000 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനെല്ലാം പവർ ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഈ എഴുതിയ ഫോമിനെ എക്സ്പോണൻഷ്യൽ ഫോം എന്നാണ് പറയുക. ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഫോം. ഇനി ഇതിന്റെ എല്ലാം ലോഗരിതമിക് ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോഗരിതമിക് ഫോം ശ്രദ്ധിക്കുക. ലോഗരിതമിക് ഫോം, ലോഗരിതമിക് ഫോം എഴുതുന്നത് ശ്രദ്ധിക്കൂ. നോക്കൂ, ലോഗ് ഞാൻ എഴുതുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ലോഗ് 10 to the base 10 is equal to 1 എന്ന് ഞാൻ എഴുതും. ഞാൻ എഴുതിയത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? ലോഗ് 10 to the base 10 equal to 1 എന്നാണ് എഴുതിയത്. അപ്പൊ ഇതേമാതിരി നിങ്ങൾ രണ്ടാമത്തത് തന്നെ പറയണം. നോക്കൂ, ലോഗ് 100 പറയൂ ടു ദ ബേസ് 10 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ നിങ്ങൾ തനിയെ പറഞ്ഞേ. ലോഗ് പറയൂ, ലോഗ് അത് തന്നെ പറഞ്ഞോളൂ. ലോഗ് 1000 ടു ദ ബേസ് 10 ഈസ് ഈക്വൽ ടു എത്രയാ? 3 എന്ന് എഴുതി. അടുത്ത പറയണം, ഇതിൻ്റെ പറയൂ. ലോഗ് 10,000 to the base 10 is equal to എത്ര എന്നാണ് കിട്ടുക? 4 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇവിടെ കുറെ നമ്പേഴ്സ് ആദ്യം എഴുതിയിട്ടുണ്ട്. 10 to the power 1 is equal to 10, 10 square equal to 100, 10 cube equal to 1000, 10⁻4 equal to 10,000 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. This form is known as exponential form. Then then next is logarithmic form. എന്താണ് ലോഗരിതമിക് ഫോം എന്ന് പറഞ്ഞാൽ? ലോഗ് 10 to the base 10 ഈക്വൽ ടു ഇവിടുത്തെ പവർ ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നത്. കണ്ടോ? ഇനി ലോഗ് 100 to the base 10 ഈക്വൽ ടു 2 എന്നാണ്. അപ്പൊ ഇവിടുത്തെ പവർ ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നത്. ഇനി ലോഗ് 1000 to the base 10 ഈക്വൽ ടു 3 എന്നാണ് കിട്ടിയത്. അപ്പൊ ഇവിടുത്തെ പവർ ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ലോഗ് 10,000 to the base 10 ഈക്വൽ ടു 4 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എഴുതിയ ഈ ഫോമിനെ പറയുന്ന പേരാണ് ലോഗരിതമിക് ഫോം. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ നമ്പർ ഒന്ന് നോക്കിയേ. ലോഗരിതം ഓഫ് 10 എത്രയെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്? ലോഗരിതം ഓഫ് 10ന്റെ ആൻസർ 1 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ലോഗരിതം ഓഫ് 100 ആണ് എഴുതിയിരിക്കുന്നത് 2. ലോഗരിതം ഓഫ് 1000 ആണ് അടുത്ത് എഴുതിയിരിക്കുന്നത് 3. അടുത്ത ലോഗരിതം ഓഫ് 10,000 ആണ് എഴുതിയിരിക്കുന്നത് എത്ര? 4. ഇനി ഈ എഴുതിയിരിക്കുന്ന ഓരോന്നിനും ഒരു ബേസ് ഉണ്ട്. കണ്ടോ? ഇവിടുത്തെ ബേസ് നമ്പർ എത്രയാ? 10. ഈ എല്ലാ കേസിലും ബേസ് എത്രയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്? 10. അപ്പൊ ലോഗരിതത്തിനെല്ലാം എന്തുണ്ടാവും? ഒരു ബേസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയ ലോഗരിതത്തിനെല്ലാം ബേസ് ആയിട്ടുള്ളത് എത്രയാണ്? 10 ആണ്. അപ്പൊ ഇതെല്ലാം ലോഗരിതം ടു ദ ബേസ് 10 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്സ്പോണൻഷ്യൽ ഫോമും ലോഗരിതമിക് ഫോമും. ഇനി നിങ്ങൾക്ക് സംശയം തോന്നുന്ന ചില കേസുകൾ ഞാൻ പറയാം. നോക്കൂ, 8 സ്ക്വയർ എത്രയാ? 8 സ്ക്വയർ എത്രയാ? 64 ആണ് അല്ലേ. അടുത്ത് 4 ക്യൂബ് എത്രയാ? അതും 64 ആണ് അല്ലേ. ഇത് രണ്ടെണ്ണവും എക്സ്പോണൻഷ്യൽ ഫോം ആണല്ലോ. ഇതിന്റെ ലോഗരിതമിക് ഫോം നിങ്ങൾ പറയണം. ലോഗ് പറയൂ. ലോഗ് 64 ടു ദ ബേസ് 8 ഈസ് ഈക്വൽ ടു എത്രയാ? 2 എന്നാണ്. ഇനി ഇതിനെയും പറയൂ. ലോഗ് 64 ടു ദ ബേസ് 4 ഈസ് ഈക്വൽ ടു എത്രയാ? 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് എക്സാമ്പിൾ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നോ? ആദ്യത്തെ എക്സാമ്പിൾ എന്താ എഴുതിയിരിക്കുന്നത്? ലോഗ് 64
ടു ദ ബേസ് 8 ഈസ് ഈക്വൽ ടു 2 എന്നാണ്. log 64 ടു ദ ബേസ് 4 ഈസ് ഈക്വൽ ടു 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 64ന്റെ ലോഗരിതമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 64ന്റെ ലോഗരിതം എത്ര എന്നാണ് എഴുതിയത്? 2 എന്നാണ്. അടുത്തതിൽ എഴുതിയിരിക്കുന്നത് 64ന്റെ ലോഗരിതം തന്നെയാണ്, പക്ഷെ അതിന്റെ ആൻസർ 3 ആണ്. അതെങ്ങനെ? ലോഗരിതം ഓഫ് ഒരു നമ്പർ ഒരു ഫിക്സഡ് ആൻസർ അല്ലേ വരേണ്ടത്? പക്ഷെ ഇവിടെ 64ന്റെ ലോഗരിതം എഴുതിയപ്പോൾ 2 ആൻസർ കിട്ടി. അതെന്താ 2 ആൻസർ വന്നേ? കാരണം ഇവിടെ ബേസ് നമ്പർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ലോഗരിതം ഓഫ് ഒരു നമ്പർ എന്നൊരു സാധനം ഇല്ല. ലോഗരിതം ഓഫ് എ നമ്പർ വിത്ത് എ ബേസ് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ ഇവിടെ ലോഗരിതം ഓഫ് 64 ടു ദ ബേസ് 8ന്റെ ആൻസർ എത്രയാണ്? 2. അപ്പോൾ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് ലോഗരിതം ഓഫ് 64 എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, വാട്ട് ഈസ് എ ബേസ്? ബേസ് എത്രയാണ്? അപ്പൊ ബേസ് പറഞ്ഞാലേ നമുക്ക് ആൻസർ പറയാൻ പറ്റൂ. അപ്പൊ log 64ന്റെ ബേസ് log 64 ടു ദ ബേസ് 8 എത്രയെന്ന് ചോദിച്ചാൽ ആൻസർ 2. അടുത്ത log 64 ടു ദ ബേസ് 4 എത്രയെന്ന് ചോദിച്ചാൽ 3. അപ്പൊ ഇതാണ് ലോഗരിതത്തിനെ പറ്റി. അപ്പോ ലോഗരിതം എന്ന് മാത്രം ഒരു സംഭവം, ഒരു നമ്പറിന് ലോഗരിതം എത്രയെന്ന് ചോദിച്ചാൽ എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. പിന്നെന്താണ്? അതിന്റെ ഒരു ബേസ് കൂടെ പറഞ്ഞാലേ എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പോ ലോഗരിതം ഓഫ് എ നമ്പർ വിത്ത് എ ബേസ് ആണെങ്കിലേ അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ. അപ്പോ ഒരേ നമ്പറിന് തന്നെ ഡിഫറെന്റ് ആൻസർ ആണ് ലോഗരിതത്തിന്. എന്ത് ഡിഫറെന്റ് ആയാൽ? ബേസ് ഡിഫറെന്റ് ആയാൽ. സോ log 64 has 2 different answers. Why 2 different answers? Because the base numbers are different. Base different ആയതുകൊണ്ടാണ്. അപ്പോ log 64 to the base 8 is 2. log 64 to the base 4 is what? 3. ക്ലിയർ ആണേ? ഇനി അടുത്ത വേറൊരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. നോക്കൂ, 9 സ്ക്വയർ എത്രയാ? 9 സ്ക്വയർ 81 അല്ലേ? 81. ഇനി അടുത്തത് 3⁻4 എത്രയാന്ന് പറയൂ? 3⁻4 3⁻4ഉം 81 ആണ് അല്ലേ? ഇനി ഇതിന്റെ ലോഗരിതം പറയൂ, ലോഗരിതമിക് ഫോം പറയൂ. log 81 പറയൂ ടു ദ ബേസ് 9 ഈസ് ഈക്വൽ ടു 2 എന്നാണ്. ഇതിന്റെ ലോഗരിതമിക് ഫോം പറയൂ. log 81 ടു ദ ബേസ് 3 ഈസ് ഈക്വൽ ടു 4 എന്നാണ്. അപ്പൊ ഇവിടെയും 81ന്റെ ലോഗരിതമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 81ന്റെ ലോഗരിതം എത്രയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ആൻസർ 2 എന്ന് കിട്ടി. 81ന്റെ ലോഗരിതം ചോദിച്ചപ്പോൾ ഒരു ആൻസർ 4 എന്ന് കിട്ടി. അതെന്താ 2 ആൻസർ വന്നത്? കാരണം ഇവിടുത്തെ ബേസ് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ log 81 ടു ദ ബേസ് 9 എന്ന് പറയുന്നത് 2ഉം log 81 ടു ദ ബേസ് 3 എന്ന് പറയുന്നത് 4ഉം ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിളുകൾ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് 10 എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ബേസ് 10 മാത്രമേ ലോഗരിതത്തിന് വരൂന്ന്. അപ്പൊ അടുത്തത് നോക്കിയപ്പോൾ ബേസ് ഇവിടെ 8 വന്നു, ഇവിടെ ബേസ് 4 വന്നു, ഇവിടെ ബേസ് 9 വന്നു, ഇവിടെ ബേസ് 3 വന്നു. അപ്പൊ ബേസ് ഏത് വേണോ വരാന്നുള്ള ഐഡിയ ആയില്ലേ? ഇനി അടുത്തെന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഒരേ നമ്പറിന്റെ ലോഗരിതം തന്നെ ഡിഫറെന്റ് ആൻസേഴ്സ് വരാം. എന്ത് ഡിഫറെന്റ് ആണെങ്കിൽ? ബേസ് ഡിഫറെന്റ് ആണെങ്കിൽ. ഓക്കെ ആണ്. ഇനി ഞാൻ എന്താണ് ലോഗരിതം എന്ന് പറയാം. ശ്രദ്ധിക്കൂ, എന്തായിരിക്കും ലോഗരിതം? നിങ്ങൾ തന്നെ പറയൂ. ലോഗരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കൂ, ലോഗരിതം ഓഫ് 10 ടു ദ ബേസ് 10 ഈക്വൽ ടു 1 എന്നല്ലേ? അപ്പുറത്തെ പവർ എത്രയാണ്? 1 ആണല്ലോ. അപ്പോ ഇവിടുത്തെ ബേസ് നമ്പറായ 10നെ ഫസ്റ്റ് പവറിലേക്ക് റൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടി? 10 എന്ന് കിട്ടിയോ? അപ്പോ ഈ 10 ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന 10. അപ്പൊ എന്താണ് ലോഗരിതം ഓഫ് എ നമ്പർ എന്ന് ചോദിച്ചാൽ, ലോഗരിതം ഓഫ് എ നമ്പർ വിത്ത് എ ഗിവൺ ബേസ് ഈസ് പവർ ടു വിച്ച് ദ ബേസ് നമ്പർ ഈസ് ടു ബി റൈസ്ഡ് ടു ഗെറ്റ് ദിസ് നമ്പർ. എന്താണ് ലോഗരിതം ഓഫ് എ നമ്പർ വിത്ത് എ ഗിവൺ ബേസ് ഈസ് എ പവർ ടു വിച്ച് ദ ബേസ് ഈസ് ടു ബി റൈസ്ഡ് ടു ഗെറ്റ് ദ നമ്പർ. Okay, so what do you mean by logarithm? Logarithm of a number with a given base is a power to which the base number is to be raised to get that number. അപ്പൊ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കൂ, ഇവിടെ log 1000 to the base 10 എത്രയെന്ന് പറയൂ? നിങ്ങൾ തന്നെ പറയൂ. 10 raised to how much to get 1000 പറയൂ. 10 എത്രാമത്തെ പവറിലേക്ക് റൈസ് ചെയ്താൽ 1000 കിട്ടും? തേർഡ് പവറിലേക്ക് റൈസ് ചെയ്താൽ കിട്ടും. സോ വാട്ട് ഈസ് ആൻസർ ഓഫ് log 1000 ടു ദ ബേസ് 10? ഇറ്റ് ഈസ് 3. ഇനി നിങ്ങൾ പറയണം log
10 to the base 10 എത്രയാണ്? ബുദ്ധിയുള്ള ഒരു ആൻസർ പറയും. വാട്ട് യു സേസ്? പറയൂ, ഇതിന്റെ ആൻസർ എത്രയാ? നിങ്ങൾ പറയൂ. 10നെ എത്രാമത്തെ പവറിലേക്ക് റൈസ് ചെയ്താൽ 10 കിട്ടും? 10 to the power 1 is 10. Am I right? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? log 10 to the base 10 is what? 10 raised to 1 is 10. So what is your answer? 1. ഇനി അടുത്ത് log 8, സോറി, ലോഗ് നമുക്ക് അതിനകത്ത് തന്നെ വേറെ നമ്പർ എഴുതാം. log 81 to the base log 81 to the base 9 is equal to dash. പറയൂ, നിങ്ങൾ തന്നെ പറയൂ, പെട്ടെന്ന് പറയൂ. 9 to the power 2 gives 81. So what is the answer? log 81 to the base 9 is equal to how much? 9 square is 81. So what is your answer? 2 is your answer. Okay. ഇനി ഞാൻ ചോദിക്കുന്ന ആള് ആൻസർ പറയണം. log 100 to the log 8 to the base 8 എത്രയാണെന്ന് പറയണം. മീനാക്ഷി പറയൂ. log 8 to the base 8 എത്രയാണ്? log 8 to the base 8 എത്ര? പറഞ്ഞോ പെട്ടെന്ന്. അത് തന്നെ ആൻസർ എത്രയാ? 8 raised to 1 gives 8. അപ്പൊ പവർ എത്രയാ? 1. ഓക്കെ. 8 raised to 1 gives 8. ഓക്കെ. അപ്പൊ log 9 to the base 9 equal to dash. പറയൂ. 9 raised to 1 gives 9. So what is your answer? 1. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ log a to the base a എത്രയായിരിക്കും? What is your answer? log a to the base a raised to 1 equal to a. So what is your answer? 1. log x to the base x is equal to dash. പറയൂ. x raised to 1 is equal to x. So what is your answer? 1. അപ്പൊ ഇവിടുത്തെ ആൻസറും ഇവിടുത്തെ നമ്പറും സെയിം ആണെങ്കിൽ ആൻസർ എത്രയാ? 1 ആണ്. ഒരു ജനറൽ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. log a to the base a is equal to dash എത്രയാ? 1 എന്നാണ്. ഓക്കെ. അപ്പൊ ലോഗരിതം ഓഫ് കണ്ടുപിടിക്കേണ്ട നമ്പർ ടു ദ ബേസ് അത് തന്നെയാണെങ്കിൽ ആൻസറും എത്ര തന്നെ ആയിരിക്കും? ആൻസർ എത്ര തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഈ മൊത്തം കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. വീണ്ടും നമുക്ക് ആ സ്റ്റാർട്ടിങ് തുടങ്ങാം. ശ്രദ്ധിക്കൂ. എന്താണ് 10 raised to 0? 10 raised to 0 ഒരു നമ്പർ raised to 0 എത്രയാ? 1 എന്നാണ്. ഓക്കെ. അടുത്ത 10 raised to 1 എത്രയാ? 10. അടുത്ത 10 square equal to 100. അടുത്ത 10 cube equal to 1000. ഓക്കെ. ഈ ഫോമിനെ പറയുന്ന പേര് എക്സ്പോണൻഷ്യൽ ഫോം. ഈ ഫോമിന്റെ പേരെന്താണ്? എക്സ്പോണൻഷ്യൽ ഫോം. ഇനി അടുത്ത് 8 square equal to 64. അടുത്ത് 4 cube equal to 64. അടുത്ത് വേറെ നമ്മൾ 2 എക്സാമ്പിളിലൂടെ എഴുതിയായിരുന്നല്ലോ. 9 square equal to 81. അടുത്ത് 3 raised to 4 equal to 81. 3 എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ എഴുതിയത് അല്ലേ? ഇതിന്റെ ഓരോന്നിന്റെയും ലോഗരിതമിക് ഫോം നിങ്ങൾ പറയണം. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. പറയൂ. log 1 to the base 10 is equal to what? 0. അപ്പൊ നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? പവർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് കിട്ടുക. അടുത്ത പറയണം. log 10 to the base 10 is equal to എത്രയാ? പവർ എത്രയാ? 1 എന്നാണ്. അടുത്ത പറയണം. log 100 to the base 10 is equal to what? 2 എന്നാണ്. അടുത്ത log 1000 to the base 10 is equal to what? 3 എന്നാണ്. അടുത്ത പറയൂ. log 64 to the base 8 is equal to 2 എന്നാണ്. അടുത്ത log 64 to the base 4 is equal to എത്രയാ? 3 ആണ്. അടുത്ത log 81 to the base 9 is equal to എത്രയാ? 2 ആണ്. അടുത്ത log പറയൂ, പെട്ടെന്ന് പറയൂ. log 81 to the base 3 എത്രയാണ്? 4 ആണ്. ഓക്കെ. ഈ ഫോമിനെ വിളിക്കുന്ന പേര്
ലോഗരിതമിക് ഫോം എന്നാണ്. ഇനി തന്നെത്താനെ നിങ്ങൾ ആൻസർ പറയണം. See, what do you mean by logarithm of a number? What do you mean by logarithm of a number? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. So what do you mean by logarithm of a number with a given base? What do you mean by logarithm of a number with a given base? It is a power to which the base number is to be raised to get that number. So what do you mean by logarithm of a number with a given base? It is a power to which the base number is to be raised to get that number. See, what do you mean by logarithm of 64 to the base 8? It is a power to which 8 is to be raised to get that number 64. Okay? So what is your answer? 2. So what do you mean by logarithm of 81 to the base 9? It is a power to which 9 is to be raised to get 81. So what is the power to which 9 is to be raised to get 81? 2 is a power. Okay, so 2 is your answer. So now can you define what is logarithm? What do you mean by logarithm? Logarithm of a number with a given base is the power to which the base is to be raised to get the number. Okay, then same number has got different logarithms. Same number has got 2 different logarithms. Okay, here see the same number can have different logarithms. What is the condition? Base should be different. So same number will get different answers, different logarithms if the base is different. So here 64. What is the logarithm of 64? Here I am finding 2. Here what is the logarithm of 64? I am getting 3. But you see, what is the base in the first case? 8. In the second case, it is 4. So, the same number can get 2 different logarithms, provided the base is different. So, tell me what is logarithm. Logarithm of a number with a given base is the power to which the base is to be raised to get the number. Okay? ഇനി നിങ്ങൾക്ക് ആൻസർ പറയാമല്ലോ. അവിടെ എങ്ങും നോക്കരുത്, ആലോചിച്ച് പറയാം. ഇതിലെങ്ങും നോക്കരുത്. Log 10 to the base 10 equal to what? So ആൻസർ നിങ്ങൾ പറയണം. ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, log 1000 to the base 10 is equal to how much? ആൻസർ പറയണം. അടുത്ത് log 81 to the base 9 is equal to how much? അടുത്ത് log 1 to the base 10 is equal to dash. Okay, so these you have to say. ഞാൻ ചോദിക്കുന്ന ആള് പറയണം. പ്രണവ് പറയൂ, എന്താണ് log 10 to the base 10? പറയൂ, പെട്ടെന്ന് പറയൂ. log 10 to the base 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10നെ എത്രാമത്തെ പവറിലേക്ക് റൈസ് ചെയ്താൽ 10 കിട്ടും. 10 to the power 1 equal to 10. So what is the answer? 1. Okay, correct answer. Okay, ഇനി അടുത്ത് ഇതിന്റെ ആൻസർ പറയാം. log 1000 to the base 10 എത്രയാണ്? ഗൗരി പറയണം. log 1000 to the base 10. 10 raised to how much? To get 1000. പറയൂ. 10 to the power 3 equal to 1000. So what is your answer? 3. Okay, then അടുത്ത പറയുന്നത് സുമേഷ് പറയണം. നോക്കൂ, log 81 to the base 9 എത്രയാണ്? 9 raised to how much? To get 81. Say 9 square is 81. So answer 2. Okay, then log 1 to the base 10. ആൻസർ പറയണം. ഷീജ പറയണം. പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. log 1 to the base 10 പറയൂ. 10 raised to how much? To get 1. 10 raised to 0 gives 1. So answer is 0. You got it? So what do you mean by logarithm? What do you mean by logarithm? Logarithm of a number with a given base is the power to which the base number is to be raised to get that number. Okay, so what do you mean by log 100 to the base 10? See, I am asking you how much is a power. So 10 is to be raised to get 100. So 10 is to be raised to second power to get 100. So what is your answer? 2.
So what is log 64 to the base 4? So 4 raised to how much is 64? What is answer? 3. So this way you can calculate. ഇനി മനസ്സിലാവുകയുണ്ടോ? അപ്പോൾ ഒരെണ്ണം മാത്രം പറയുക. See 4 cube equal to 64. Say the logarithmic form. Log 64 പറയൂ to the base 4 equal to 3. So that form is known as logarithmic form. Say what is a logarithm? Logarithm of a number with a given base is the power to which the base is to be raised to get the number. Clear ആണേ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് പറയേണ്ട കാര്യമാണ് ഇത് പറയുക. log 10 to the base 10 എത്രയാണ്? ആൻസർ പറയൂ. log 10 to the base 10 എത്രയാണ്? അർണവ് പറയൂ. log 10 to the base 10 പറയൂ. 10 raised to 1 gives 10. So answer is how much? 1. Okay. Then log 8 to the base 8. How much? Say 8 raised to 1 gives 8. So answer is 1. Okay. Okay. Then similarly log a to the base a gives dash. So answer is 1. Okay. So ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി നമുക്ക് ആ ലോഗരിതത്തിന്റെ ഡെപ്തിലോട്ട് കയറി തുടങ്ങാം. ലോഗരിതം നമ്മളിപ്പോ പല ബേസ് കണ്ടു അല്ലേ? ലോഗരിതത്തിന്റെ പല ബേസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ലോഗരിതമാണ്. ലോഗരിതം 2 ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരെണ്ണത്തിനെ കോമൺ ലോഗരിതം എന്ന് പറയും. എന്താ പറയുക? കോമൺ ലോഗരിതം. നമ്മൾ 2 ടൈപ്പ് ലോഗരിതം ഉപയോഗിക്കും. അതിൽ ആദ്യത്തേതാണ് കോമൺ ലോഗരിതം. അടുത്തൊരു ലോഗരിതമാണ് നാച്ചുറൽ ലോഗരിതം. നാച്ചുറൽ ലോഗരിതം. അപ്പൊ എത്ര ടൈപ്പ് ലോഗരിതം ഉണ്ട്? 2 ടൈപ്പ്. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമൺ ലോഗരിതവും നാച്ചുറൽ ലോഗരിതവും. കോമൺ ലോഗരിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് 10 ആയിരിക്കും. ഓക്കെ. ഇനി നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ഇ ആയിരിക്കും. നിങ്ങൾ ഇ എന്ന് കേട്ടിട്ടുണ്ടോ? ഇ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ നമ്പറാണ്. ഒരു സ്പെഷ്യൽ നമ്പറാണ്. ഒരു ഇറാഷണൽ നമ്പറാണ്. ഒരു ഇറാഷണൽ നമ്പർ. മാത്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിലെ ഇറാഷണൽ നമ്പറൊക്കെ. അപ്പൊ നമ്മുടെ പൈയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പൈ പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ ഇ എന്ന് പറയുന്നത്. ഇയുടെ വാല്യൂ 2.718 സംതിങ് എന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഏകദേശം ഒരു വാല്യൂ പറഞ്ഞാണ്. സോ ഇ ഈസ് ഈക്വൽ ടു അറൌണ്ട് 2.718 എന്നാണ്. ഓക്കെ. അപ്പോ വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ലോഗരിതംസ് വി യൂസ്? കോമൺ ലോഗരിതം ആൻഡ് നാച്ചുറൽ ലോഗരിതം. വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ലോഗരിതംസ് വി യൂസ്? കോമൺ ലോഗരിതം ആൻഡ് നാച്ചുറൽ ലോഗരിതം. Common logarithm has base 10 and natural logarithm has base e. What is e? It is a special number. It is an irrational number. So its value is 2.718. It is otherwise known as Euler's number. So നമ്മൾ പറയുമ്പോൾ EULER. നോക്കൂ, ഇത് വായിക്കേണ്ടത് ഓയിലർ. നോക്കൂ, യൂളർ എന്നൊക്കെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിവേ ഇയുടെ വാല്യൂ ഓർക്കുക 2.718. So listen, which are the 2 types of logarithms we use? Common logarithm and natural logarithm. Common logarithmത്തിന്റെ ബേസ് എന്താണ്? 10 ആണ്. ഇനി നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ഏതാണ്? ഇ ആണ്. ഇ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ നമ്പറാണ്. ഒരു ഇറാഷണൽ നമ്പറാണ്. ഇനി പൈ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു നമ്പറാണ്. ഇനി അതിനെ യൂളേഴ്സ് നമ്പർ, ഓയിലേഴ്സ് നമ്പർ എന്ന് നമ്മൾ സായിപ്പായിട്ട് തന്നെ പറയാം. സോ ഓയിലേഴ്സ് നമ്പർ എന്നാണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 2.718 എന്നാണ്. സോ വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ലോഗരിതംസ് വി യൂസ്? കോമൺ ലോഗരിതം ആൻഡ് നാച്ചുറൽ ലോഗരിതം. ബേസ് ഓഫ് കോമൺ ലോഗരിതം ഈസ് 10. ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം ഈസ് ഇ. വാട്ട് ഈസ് ഇ? ഇറ്റ് ഈസ് an irrational number. It is Euler's number. Its value is 2.718. ഓക്കെ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയണം. ഇതാ ഇവിടെ നോക്കൂ. നമ്മൾ ഇത്ര നേരം എഴുതിയ ലോഗരിതം ഓർമ്മയുണ്ട്? ലോഗ് എത്രയാ? 1000 to the base 10 is equal to, നമ്മൾ എത്രയെന്ന് എഴുതി? 3 എന്നാണ് ആൻസർ എഴുതിയത്. കാരണം 10 to the power 3 ആണ് 1000 അല്ലേ?
അപ്പൊ log 1000 to the base 10 equal to 3 എന്ന് ഞാൻ എഴുതി. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ഉപയോഗിച്ച ബേസ് എത്രയാണ്? 10 ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോമൺ ലോഗരിതമാണ്. ഏത് ലോഗരിതമാണ്? കോമൺ ലോഗരിതമാണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ഇതിനെ വെറുതെ ഇങ്ങനെ എഴുതും, log 1000 എന്ന് മാത്രം എഴുതും. എന്നാൽ അണ്ടർസ്റ്റുഡ് ആണ് ഇവിടുത്തെ ബേസ് 10 ആണെന്നുള്ളത്. അപ്പോ ബേസ് 10 ആണെങ്കിൽ അത് എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോ നമ്മളൊരു നമ്പർ മാത്രം എഴുതിയിട്ട് ഇവിടെ ഒന്നും എഴുതിയില്ല എങ്കിൽ ഓർത്തോണം അവിടുത്തെ ബേസ് എത്രയാണ്? 10 ആണ്. അപ്പൊ ആൻസർ എത്രയാണ്? 3 ആണ്. ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത ലോഗരിതം ഏതാണ്? അടുത്ത ലോഗരിതം നാച്ചുറൽ ലോഗരിതം. നാച്ചുറൽ ലോഗരിതം എഴുതാൻ പോവാണ്. log 15 to the base e എന്നാണ് എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്? log 15, ഒരു നമ്പർ 15 എന്ന് പറയുന്ന നമ്പർ എഴുതി അതിന്റെ ലോഗരിതമാണ് എഴുതുന്നത്. log 15 to the base e എന്ന് എഴുതി. ഇപ്പൊ എഴുതിയത് ഏത് ലോഗരിതമാണ്? നാച്ചുറൽ ലോഗരിതമാണ്. ഇനി ഇതിനെ ചില ആളുകൾ ln15 എന്ന് എഴുതും. എന്താണ് എഴുതേണ്ടത്? ln15. അപ്പോ നാച്ചുറൽ ലോഗരിതം ഓഫ് 15 എത്ര രീതിയിൽ എഴുതും? 2 രീതിയിൽ എഴുതും. എങ്ങനെയാണ്? log 15 to the base e എന്ന് എഴുതും, അല്ലെങ്കിൽ ln15 എന്ന് എഴുതും. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ടെൻഷൻ ഒന്നും അടിക്കണ്ട. കാരണം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. ഇതിനകത്ത് ഇതിപ്പോ മാസിൽ നിന്ന് പോലും ലോഗരിതം ഒഴിവാക്കിയതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒന്നും കൂടെ ഞാൻ പറയാം, നോക്കൂ. log 30 to the base e എനിക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? ln30 എന്ന് എഴുതാം. എങ്ങനെ എഴുതുക? ln30. അപ്പൊ ln30 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? log 30 to the base e എന്നാണ്. log 30 to the base e എന്നാണ്. അപ്പോ ഞാൻ log a to the base e വേറെ രീതിയിൽ എങ്ങനെ എഴുതുമെന്ന് പറയൂ? ln a എന്ന് എഴുതും. എങ്ങനെ എഴുതാ? ln a. ഇല്ലാതാക്കരുത്. log a to the base e യുടെ വേറെ റെപ്രസെന്റേഷൻ പറയൂ? ln a. ഇനി log p എങ്ങനെ എഴുതും? log p to the base e വേറെ രീതി പറയൂ? lnp. ബുദ്ധിമുട്ടുണ്ടായോ? അപ്പോ നമ്മളിവിടെ 2 ടൈപ്പ് ലോഗരിതമാണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ? കോമൺ ലോഗരിതവും നാച്ചുറൽ ലോഗരിതവും. സോ വിച്ച് ആർ ദ 2 types of logarithms? Common logarithm and natural logarithm. What is the base of common logarithm? 10. Then base of natural logarithm is e. What is the answer of e? 2.718. E is an irrational number. It is known as Euler's number. Then അടുത്ത എന്താണ്? log 1000 to the base 10. What is answer? Its answer is 3. You know. See, if I plainly write log 1000, it is understood. So 10 is here. So it is understood. Okay. So if I write log 1000, you have to understand it is log 1000 to the base 10. So what is your answer? Its answer is 3. Then log 15 to the base e. So log 15 to the base e. Very clear. What is a base? Base is e. So it can be written in another way as ln15. So ln15 means log 15 to the base e. Then log 30 to the base e can be written in another way as ln30. Okay. Log a to the base e can be written in another way as ln-a. Then log p to the base e can be written as ln-p. Okay. അപ്പോൾ നമ്മളൊരു ലോഗരിതം എഴുതുമ്പോൾ ബേസ് എഴുതിയില്ല എങ്കിൽ എന്ത് മനസ്സിലാക്കണം? അതിന്റെ ബേസ് എത്രയാണ്? 10 എന്നാണ്. ഓക്കെ. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനും കൂടെ ഉണ്ട്. അതോടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നോക്കിക്കോളൂ. എനിക്ക് log 10 to the base e കാണണം. ഇതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലേ? അങ്ങനെ ആഗ്രഹിക്കാം. നോക്കൂ, log 10 to the base e എത്രയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അജേഷേ, ഞാൻ ചെയ്യാൻ പോകുന്നു. log 10 to the base e കാണാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 2.303 into multiplied by log 10 to the base 10 എടുത്താൽ മതി. ഒന്നും മനസ്സിലായില്ല, പേടിച്ചു വിറച്ചു പോയി. എന്താണ് log 10 to the base e അല്ലേ എനിക്ക് കാണേണ്ടത്? അപ്പൊ നോക്കൂ, log 10 to the base e കാണണം അല്ലേ? അപ്പൊ log 10 to the base e വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ln10 എന്ന് എഴുതാം. എന്തെന്ന് എഴുതാം? ln10. ഓക്കെ. ഇതിന്റെ ആൻസർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 2.303 into log, നമ്മൾ ഇവിടുത്തെ നമ്പർ 10 അല്ലേ?
ലോഗ് 10 to the base 10 കണ്ടാൽ മതി. ഒന്നും കൂടെ വേറെ എക്സാമ്പിളോടെ ഞാൻ കാണിക്കാം. ലോഗ് 1000 to the base e ആണ് എനിക്ക് കാണേണ്ടത് കേട്ടോ. ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതുമെന്ന് പറയൂ. ln 1000 എന്ന് എഴുതും. എങ്ങനെ എഴുതുക? ln 1000. എങ്ങനെ എഴുതും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. എന്താണ്? 2.303 into log 1000 to the base 10 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്താണ്? ലോഗ് 1000 to the base ഈയുടെ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2.303 into ലോഗ് 1000 to the base 10 കണ്ടുപിടിച്ചാൽ മതിയാകും എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. പ്രയാസപ്പെടുവോ? അപ്പൊ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണ്ട് ഒരു പുതിയ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അത് ഞാൻ ഇവിടെ ഒരു ബോക്സിൽ എഴുതാം. ഓക്കെ, നോക്കൂ, ഇവിടെ എഴുതാം ഞാൻ. എന്താണ്? ln a എന്ന് പറഞ്ഞ ലോഗ് a to the base e കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും പറയൂ. 2.303 into log a to the base 10 കണ്ടാൽ മതി. ഇതാണ് നമുക്ക് കിട്ടിയ പുതിയ ഇക്വേഷൻ. കൊള്ളാമോ? അപ്പൊ എന്താണ്? ln a കാണാൻ പറഞ്ഞാൽ ln a എന്ന് പറഞ്ഞാൽ log a to the base e കാണാൻ പറഞ്ഞാൽ 2.303 log a to the base 10 കണ്ടാൽ മതി. ഇതാണ് ലോഗരിതത്തിന്റെ അടുത്ത റൂൾ. കൊള്ളാമോ? അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഒരു ബുദ്ധിമുട്ടുള്ള സെക്ഷൻ അല്ല, സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. See, which are the two types of logarithms we use? Say, Adityan, say common logarithm and natural logarithm. What do you mean by common logarithm? Logarithm with base logarithm with the base 10 is called common logarithm. Logarithm with the base 10 is called common logarithm. Logarithm with the base e is called natural logarithm. No problem. What is e? E is an irrational number. So it is otherwise known as Euler's number. What is its answer? 2.718. Then next I asked you what is log 10 to the base e. What is log 10 to the base e? Log 10 to the base e can be written as ln 10. Okay, its answer is 2.303 log 10 to the base 10. Okay, next log 1000 to the base e I want. So what shall I do? It can be written as log ln 1000. ln 1000 means 2.303 log 1000 to the base 10. അപ്പൊ ജനറൽ ആയിട്ട് ln a എന്ന് പറഞ്ഞാൽ എന്താണ്? log a to the base e എങ്ങനെ കാണും? 2.303 into log a to the base 10 കണ്ടാൽ മതി. ഓക്കെ, ഇനി അടുത്തെന്താണ്? log 1000 to the base 10 ന്റെ ആൻസർ പറയൂ. 10 raised to 3 അല്ലേ 1000? അപ്പൊ ആൻസർ 3. ഇനി അടുത്ത log 1000 എന്ന് എഴുതിയാൽ എന്താ അണ്ടർസ്റ്റുഡ്? See, base is 10. So ഇവിടെ base 10 ഉണ്ട്. ആൻസർ എത്രയാ? 3. Then log 15 നമ്മൾ എങ്ങനെ എഴുതും പറയും? log 15 to the base e കണ്ടുപിടിക്കണം. വേറെ രീതിയിൽ എങ്ങനെ എഴുതും? ln 15 എന്ന് എഴുതും. log 30 to the base e എങ്ങനെ എഴുതും? ln 30 എന്ന് എഴുതും. log a to the base e വേറെ രീതിയിൽ എങ്ങനെ എഴുതും? ln a എന്ന് എഴുതും. log p to the base e എങ്ങനെ എഴുതും? ln p എന്ന് എഴുതും. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ പറയൂ. ln a നമ്മൾ എങ്ങനെ എഴുതും? log a to the base e എന്ന് എഴുതും. അതെങ്ങനെ കാണും പറയൂ പെട്ടെന്ന്. 2.303 log a to the base 10 കണ്ടാൽ മതി. അപ്പൊ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇതെല്ലാം ഞാൻ അടുത്ത ദിവസം ചോദിക്കും. അപ്പൊ നിങ്ങൾ സ്മാർട്ടായിട്ട് പറയണം. പറയൂ. ln a വേറെ രീതിയിൽ എങ്ങനെ എഴുതും? ln a എന്ന് പറഞ്ഞാൽ log a to the base e എങ്ങനെ എഴുതും? 2.303 log a to the base 10. ഓക്കെ ആണേ? അടുത്തേക്ക് പോവാലോ. ഇനി നമുക്ക് ലോഗരിതത്തിൽ ഉപയോഗിക്കേണ്ട ചില ഇക്വേഷൻസ് ആണ് ഞാൻ പരിചയപ്പെടുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. log a into b, log a b എന്ന് എഴുതട്ടെ. സോ log a b എന്ന് പറഞ്ഞാൽ എന്താണ്? a into b എന്നാണ്. അപ്പൊ log a b ഇവിടുത്തെ ബേസ് അണ്ടർസ്റ്റുഡ് ആണ്. എത്രയാ? 10 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഇതാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി log a കണ്ടുപിടിക്കുക പ്ലസ് log b കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് log a into b യുടെ ആൻസർ കിട്ടും. അപ്പൊ നമുക്കിവിടെ
ഇവിടുത്തെ ബേസ് ഇ ആയിരുന്നെങ്കിലോ അവിടെയും ബേസ് ഇ, ഇവിടെയും ബേസ് ഇ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടത്തെ ഇതിനകത്ത് ഞാനിപ്പോ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബേസ് എത്രയാണ്? 10 ആണ്. അപ്പൊ അവിടെ എല്ലായിടവും ബേസ് എത്രയാണ്? 10 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയൂ, ലോഗ് എ ഇൻറ്റു ബി കാണാൻ പറഞ്ഞാൽ പറയൂ ലോഗ് എ പറയൂ പ്ലസ് ലോഗ് ബി കണ്ടാൽ മതി. ഫോർ എക്സാമ്പിൾ ലോഗ് 10 എനിക്ക് കണ്ടുപിടിക്കണം. പറഞ്ഞോ, ലോഗ് നിങ്ങൾ തന്നെ പറയൂ 10നെ ഞാൻ 2 × 5 എന്ന് എഴുതിക്കോട്ടെ. ലോഗ് 2 × 5 എന്ന് എഴുതി. ഇതിനെ കാണാൻ പറഞ്ഞാൽ ലോഗ് 2 കാണുക പ്ലസ് ലോഗ് 5 കാണുക. ഓക്കെ, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അടുത്തെന്താണ്? ലോഗ് 100 എനിക്ക് കാണണം. ലോഗ് 100 കാണാം. ഞാൻ എങ്ങനെ എഴുതി? ഇതാ ലോഗ് 100നെ ഞാനിപ്പോ 50 × 2 എന്ന് എഴുതി എന്ന് വെച്ചോളൂ. 100നെ 50 × 2 എന്ന് എഴുതി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 50 പ്ലസ് അടുത്ത് ലോഗ് 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ ബേസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും അവിടുത്തെ ബേസ്. അപ്പൊ ഇതാണ് നമ്മുടെ ലോഗരിതത്തിലെ ആദ്യം നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. അപ്പൊ എന്താണ് ഇക്വേഷൻ എന്ന് പറയൂ? ലോഗ് എ ഇൻറ്റു ബി കാണാൻ പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി കാണണം. ലോഗ് എ ഇൻറ്റു ബി കാണാൻ പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി കാണാം. ബുദ്ധിമുട്ടുണ്ടായോ? അപ്പോൾ ഇക്വേഷൻ പറയൂ. വാട്ട് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ? ലോഗ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. ലോഗ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. ഇതുപോലെ അടുത്തൊരു ഇക്വേഷൻ ആണ് ലോഗ് എ ഡിവൈഡഡ് ബൈ ബി കണ്ടുപിടിക്കണം. ഇവിടുത്തെ ബേസ് എത്ര എന്ന് പറയൂ അപരാമേ പറയൂ. ഇവിടുത്തെ ബേസ് എത്രയാ? 10 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതുമ്പോഴും ബേസ് എത്ര ഇട്ട് എഴുതണം? 10, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കാണാൻ പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി എടുത്താൽ മതി. അപ്പൊ ലോഗ് എ ഡിവൈഡഡ് ബൈ ബി. സോ ലോഗ് എ ബൈ ബി കാണാൻ പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി എടുക്കണം. ഫോർ എക്സാമ്പിൾ ലോഗ് നമുക്ക് 2. ഓക്കെ, ലോഗ് അല്ലെ പോട്ടെ, ലോഗ് 10/3 കാണണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. ലോഗ് 10/3 കാണാം. എന്ത് ചെയ്യും? ലോഗ് 10 മൈനസ് ലോഗ് 3 കാണും. അത്രയേ ഉള്ളൂ. ഈ ഫോമിൽ ചെയ്തോണം. ഓക്കെ, അപ്പൊ ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാണ്. ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ? അപ്പൊ ഇത് വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോണം. നമുക്കിത് പലയിടവും പ്രയോഗിക്കേണ്ടതാണ്. നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിറയെ മാത്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ സന്തോഷിച്ചാണ് +1 ഫിസിക്സ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയും തിയറി ആയിരിക്കും, വർക്കിംഗ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മനസ്സിലാവും അടിപൊളിയാണ് സാധനം, നിറയെ മാത്സ് ആണ്. ഓക്കെ, അപ്പൊ മാത്സ് ഇപ്പൊ തന്നെ ക്ലാസ് ഇരുന്നപ്പോഴത്തേക്ക് ചില ആളുകൾ ഇതെനിക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വേണ്ടെന്നൊന്നും തോന്നണ്ട. ഇത് നല്ല സിമ്പിളാണ്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇത് പഠിച്ചെടുത്തേ പറ്റൂ. നമുക്ക് ഫിസിക്സ് പഠിക്കണമെങ്കിൽ ഇതെല്ലാം അറിയണം. ഓക്കെ, വിത്തൗട്ട് മാത്സ് നമുക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഫുൾ മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് ആണ്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കൂ. ഒന്ന് തീരുമ്പോൾ, ഒരു ഡെറിവേഷൻ തീരുമ്പോൾ അതിന്റെ പിറകെ ചെയിനായിട്ട് അടുത്ത ഡെറിവേഷൻസ് വന്നോളും. ആദ്യമൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി, ഇപ്പൊ ഇതും കൂടെ ഉള്ളൂ എന്ന് തോന്നും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അതൊരു ശീലമായിട്ട് മാറിക്കോളും. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, നോക്കിക്കോളൂ. എന്താണ് ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ? എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. പറയൂ, what is log a divided by log b? Sorry, log a by b. So log a minus log b എന്നാണ്. So log a by b equal to log a minus log b. ഇനി അടുത്ത് പറയണം log a raised to m എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എഴുതേണ്ട ഇങ്ങനെയാണ്, m ഇൻറ്റു log a കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് ഈ ലോഗ് എ റൈസ് ടു എം കാണാൻ പറഞ്ഞാൽ എം ഇൻറ്റു ലോഗ് എ കാണണം. ഫോർ എക്സാമ്പിൾ ലോഗ് 5² എനിക്ക് കാണണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ലോഗ് 5² കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേപോലെ 2 ഇൻറ്റു ലോഗ് 5 അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ എത്രയാണോ ബേസ് എഴുതിക്കുന്നത് അത് തന്നെ ആയിരിക്കണം അവിടെയും. അപ്പൊ ഒന്നുകൂടെ പറയൂ, എനിക്ക് ലോഗ് 25³ കാണണം. എന്ത് ചെയ്യും? 3 ഇൻറ്റു ലോഗ് 25 കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. അപ്പൊ എന്താണ് നമ്മുടെ പുതിയ ഇക്വേഷൻ? പറയൂ, ലോഗ്
എ റൈസ് ടു എം ഈക്വൽ ടു എം ലോഗ് എ എന്നാണ്. അപ്പൊ എത്ര ഇക്വേഷൻ പഠിച്ചു? 3 ഇക്വേഷൻ. നമുക്ക് ഫിസിക്സിനെ സംബന്ധിച്ച് ഈ 3 ഇക്വേഷൻ മതി. ഓക്കെ, നമുക്ക് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഇക്വേഷൻസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. നിങ്ങൾ ഇക്വേഷൻ എല്ലാം എനിക്ക് പറഞ്ഞു തരണം. ഇത് അറിഞ്ഞുകൂടാതെ നമുക്ക് അങ്ങോട്ട് ചെയ്തു പോകാൻ പറ്റില്ല. ഓക്കെ, നോക്കൂ, ലോഗൊക്കെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ആളുകളാണ്. സൊല്യൂഷൻ പറയൂ. വാട്ട് ഈസ് ലോഗ് എ ഇൻറ്റു ബി? ലോഗ് എ ബി. വാട്ട് ഈസ് ലോഗ് എ ബി? ലോഗ് എ പ്ലസ് ലോഗ് ബി. ഓക്കെ, ലോഗ് എ ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അടുത്ത് എന്താണ്? ലോഗ് എ ബൈ ബി. സോ ലോഗ് എ ബൈ ബി ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. അടുത്ത പറയും ലോഗ് എ റൈസ് ടു എം ഈക്വൽ ടു വാട്ട്? എം ലോഗ് എ എന്നാണ്. എം ലോഗ് എ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? പറയും. ഇക്വേഷൻസ് ഓരോന്നായിട്ട് സമാധാനമായിട്ട് പറയണം. ലോഗ് എ ബി എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി. അടുത്ത ലോഗ് എ ബൈ ബി പറയൂ. ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം ലോഗ് എ എന്നാണ്. അപ്പൊ ഇക്വേഷൻസ് കുത്തിരുന്ന് പഠിക്കണം. വേറെ ഒരു ജോലിയില്ല നമുക്ക്. ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്, അപ്പൊ കുത്തിരുന്ന് പഠിക്കുക. വേറെ ഒരു ഓപ്ഷനും ഇല്ല. എത്രത്തോളം എഴുതി പഠിക്കുകയോ അത്രത്തോളം മെമ്മറിയിലോട്ട് കയറും. അല്ലാതെ മൊബൈലിൽ ചൊറിഞ്ഞുകൊണ്ടൊന്നും ഇരിക്കരുത്. മൊബൈലിൽ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും മെമ്മറിയിലോട്ട് കയറില്ല. അപ്പോൾ എഴുതി പഠിക്കുക. എത്ര പ്രാവശ്യം എഴുതി പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ, ഇക്വേഷൻസ് പറയൂ. ലോഗ് എ ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി, ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ റൈസ് ടു എം, എം ലോഗ് എ. അടുത്തിലേക്ക് പോകാമല്ലോ. അടുത്ത് നമ്മൾ കാണാതെ പഠിക്കേണ്ട, ബൈഹാർട്ട് ചെയ്യേണ്ട ചില വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇത്രയും ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ കുത്തിരുന്ന് എഴുതി പഠിച്ച് ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, സോ വാല്യൂസ് ഞാനൊന്ന് വായിക്കാം. 1ന്റെ ലോഗരിതം എത്രയാണ്? ഇതിന്റെ എല്ലാം ബേസ് ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ ബേസ് എത്രയാണ്? 10 ആണ്. അപ്പൊ ലോഗ് 1 എത്രയാ? 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോഗ് 2 0.3010 എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോഗ് 3 0.4771. ലോഗ് 4 0.6021. ലോഗ് 5 0.6990. ലോഗ് 6 0.7782. ലോഗ് 7 0.8451. ലോഗ് 8 0.9031. ലോഗ് 9 0.9542. ലോഗ് 10 എത്രയാ? 1 ആണ്. 1.000 എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത് ഇത്രയും വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇതിനകത്ത് എല്ലാ വാല്യൂ ഒന്നും നമുക്ക് ആവശ്യമില്ല. ലോഗ് 1 പിന്നെ ലോഗ് 2, ലോഗ് 3, ലോഗ് 5, ലോഗ് 7 ഇത്രയും സാധനം നമ്മൾ പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഓർത്തിരിക്കാന്നുള്ളതേ ഉള്ളൂ. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, എനിക്ക് ലോഗ് 4 കാണണം. എന്ത് ചെയ്യും? ലോഗ് 4 എനിക്ക് കാണണം. എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറയൂ. ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതാം. ഏത് രീതിയിൽ എഴുതിയാലും ഒരു പോലെ തന്നെ. അപ്പൊ ലോഗ് 2 സ്ക്വയർ എന്ന് ഞാൻ എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ ലോഗ് 2 × 2 എന്ന് എഴുതിക്കോട്ടെ. അപ്പൊ 4നെ ഞാൻ 2 × 2 എന്ന് എഴുതി. ഇനി ഇതിപ്പോ ഏത് ഫോമിലാണ്? ലോഗ് എ ഇൻറ്റു ബി ഫോമിലല്ലേ. ഇപ്പൊ ലോഗ് എ ബി എന്താണ്? ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. അതുപോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 2 പ്ലസ് ലോഗ് 2 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി അപ്പൊ ആൻസർ പറയൂ. ലോഗ് 2 എത്രയെന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. 0.3010 പ്ലസ് അടുത്ത ലോഗ് 2 എത്ര? 0.3010. ആൻസർ നോക്കൂ. 0.2060. കണ്ടോ? 0.6020. ഇവിടെ എഴുതിക്കുന്ന ഷാർപ്പ് വാല്യൂ എത്രയാ? 0.6021. അതൊന്നും ഷാർപ്പ് ഒന്നും അല്ല. അപ്പൊ നിങ്ങളിപ്പോ 6020 എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. അപ്പൊ 0.6020 എന്നാണ് എനിക്ക് കിട്ടിയത്. ഒരു കുഴപ്പമില്ല. അത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നിയറസ്റ്റ് വാല്യൂ മതി, കുഴപ്പമില്ല. അടുത്ത ഏതാണ്? എനിക്ക് ലോഗ് 6 വേണം. നിങ്ങൾ നോക്കൂ, ലോഗ് 6 വേണം. ലോഗ് 6 എങ്ങനെ എഴുതും? 6നെ നമുക്ക് മാറ്റാം. ലോഗ്
6നെ നമുക്ക് എന്ത് ചെയ്യാം? 2 into 3 എന്ന് എഴുതാം. അപ്പൊ 6നെ 2 into 3 എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇത് ഏത് ഫോമിലാണ്? ലോഗ് എ ബി ഫോമിലാണ്. എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോമിൽ. അതായത് ലോഗ് 2 പ്ലസ് ലോഗ് 3 എന്നാണ്. ലോഗ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.3010 എന്നാണ്. പ്ലസ് ലോഗ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4771 എന്നാണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുക. 18770. അപ്പൊ ആൻസർ എത്ര കിട്ടി? 0.7781 എന്ന് കിട്ടിയത് കണ്ടോ? ലോഗ് 6ന്റെ ആൻസർ നോക്കൂ, 0.7782 എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് 0.7781. നമ്മൾ പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഇത് മതി. ഓക്കെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ലോഗരിതം വാല്യൂസ് ഒന്നും ഷാർപ്പ് ഒന്നും അല്ല, അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അടുത്തത് എനിക്ക് വേണ്ടത് ലോഗ് 8 ആണ്. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ലോഗ് 8 എന്ത് ചെയ്യും? 8നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാമല്ലോ. ലോഗ് 8നെ ഞാൻ 2 ക്യൂബ് എന്ന് എഴുതി, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ 8നെ ഞാൻ 2 ക്യൂബ് എന്ന് എഴുതി. ഇതിപ്പോ ഏത് ഫോമിലാണ്? ലോഗ് എ റൈസ് ടു എം ഫോമിലാണ്. അതിന്റെ ആൻസർ എം ലോഗ് എ എന്നാണ് അല്ലേ? അപ്പൊ ആ ഫോമിൽ ഇതിനെ ആൻസർ എഴുതണം. പറയൂ. 3 into ലോഗ് 2 എഴുതിയാൽ മതി. അപ്പോ ഇസ് ഈക്വൽ ടു 3 into പറയൂ ലോഗ് 2 എത്രയാണ്? 0.3010 എന്നാണ്. ഞാൻ സൈഡിലോട്ട് എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 0.3010 into 3 എന്നാണ്. നിങ്ങൾ പറയൂ 0.3090. അപ്പൊ ആൻസർ എത്രയെന്ന് കിട്ടി എനിക്ക്? 0.9030 എന്നാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഈ ആൻസർ ആണെന്ന് നോക്കൂ. 0.9031 അല്ലേ? വെരി ക്ലോസ്. അപ്പോ നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ എഴുതുന്നത് 0.9031. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ മതി നമുക്ക്. ഇനി ഏതാണ്? ലോഗ് 9 വേണം അല്ലേ? ലോഗ് 9 നിങ്ങൾ തന്നെ പറയൂ. ലോഗ് 9 എന്ത് ചെയ്യും? ലോഗ് 9നെ ഞാൻ എന്ത് ചെയ്യും? ഒന്നുകിൽ 3 സ്ക്വയർ എന്ന് എഴുതും, അല്ലെങ്കിൽ ലോഗ് 9നെ 3 into 3 എന്ന് എഴുതും. ഏതെഴുതിയാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിപ്പോ ഏത് ഫോമിലാണ്? അതാണ്ട് ഈ ഇക്വേഷന്റെ ഫോമിലല്ലേ? അപ്പൊ ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ലോഗ് 3 പ്ലസ് ലോഗ് 3 എന്ന് എഴുതാം. ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ലോഗ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൽ നോക്കി പറയൂ. 0.4771 എന്നാണ്. ഓക്കെ, പ്ലസ് ലോഗ് 3 എത്രയാണ്? 0.4771. ആഡ് ചെയ്ത് പറയൂ. 2 പറയൂ 14 15 9. ഓക്കെ, ഇത് തന്നെയാണോ അവിടെ ആൻസർ എഴുതിക്കുന്നത്? നോക്കൂ, 0.9542 എന്നല്ലേ? അപ്പൊ ലോഗ് 9 വെറുതെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ലോഗ് 10 എത്രയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചതല്ലേ? ലോഗ് 10 എത്രയെന്ന് പറയൂ. ലോഗ് 10 എത്രയാ? ആൻസർ പറയൂ. ഇവിടുത്തെ ബേസ് ഇല്ല, അപ്പൊ ബേസ് ഇവിടെ 10 ആണ്. ആൻസർ എത്രയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? 10 to the power 1 gives 10. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? 1. അപ്പൊ അത് നമുക്ക് അറിയാന്നുള്ള സാധനമായിരുന്നു. അപ്പോ ഇതിനകത്ത് അത്യാവശ്യം പഠിക്കേണ്ടത് ഏതിൻ്റെയാണ്? നമുക്ക് പഠിക്കേണ്ട സാധനങ്ങൾ ലോഗ് 1 അറിയണം, ലോഗ് 2 അറിയണം, ലോഗ് 3 അറിയണം, ലോഗ് 5 അറിയണം, ലോഗ് 7 അറിയണം. ഓക്കെ, എത്ര എണ്ണം? ലോഗ് 1 അറിയണം. ലോഗ് 1 നമുക്കറിയാം. നോക്ക് ലോഗ് 1ന്റെ ആൻസർ എത്രയാണ്? 0. നമ്മളിത് പഠിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കും അതായിരിക്കും. അപ്പൊ വൃത്തിയായിട്ട് പഠിച്ചോണം. സോ ലോഗ് 1ന്റെ ആൻസർ എത്രയാ? 0. ലോഗ് 2ന്റെ ആൻസർ 0.3010. ലോഗ് 3 0.4771. ലോഗ് 5 0.6990. ലോഗ് 7 0.8451. ഇനി ബാക്കി ലോഗ് 8, 9, 10 ഒക്കെ നമുക്ക് തന്നെത്താനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഈ കാണിച്ച വേലകളെല്ലാം ഒന്നും കൂടെ കാണിക്കുകയാണ്. നിങ്ങൾ ആൻസർ പറയണം. സമാധാനമായിട്ട് ഇരുന്നാൽ മതി, പേടിക്കരുത്, ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ടിരിക്കുക. എങ്ങും നമ്മൾ ഓടിപ്പോകാൻ പോകുന്നില്ല, പേടിച്ചൊന്നും പോകുന്നില്ല. പേടിക്കോ പ്രണവേ? പേടിക്കൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ആൻസർ പറയണം. ഓക്കെ, ആദ്യത്തെ ഈ വാല്യൂസ് ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. വാല്യൂസ് ലോഗ് 1 തൊട്ട് ലോഗ് 10 വരെയുള്ള വാല്യൂസ് ഒന്ന് വായിച്ചു നോക്കൂ. പെട്ടെന്ന് വായിക്കണം. വായിച്ചു കഴിഞ്ഞോ?
പേടിച്ചോ? പേടിക്കാൻ വേണ്ടി ഉണ്ടോ? ഇല്ല, ഒന്നും പേടിക്കാനില്ല. സമാധാനമായിട്ട് പറയാം എന്തൊക്കെയാണ്. ലോഗ് 1 ഞാനിവിടെ എഴുതാം. ലോഗ് 1 എത്രയാ? 1ന്റെ ലോഗരിതം എത്രയെന്ന് നേരത്തെ ഞാൻ പഠിപ്പിച്ചതാണ്. 1ന്റെ ലോഗരിതം എത്രയാന്ന് നോക്ക്. 1ന്റെ ലോഗരിതം എത്രയാ? 0. ഓക്കെ, മറക്കരുത്. ലോഗ് 1 എത്രയാ? 0. പിന്നെ ലോഗ് 10 എത്രയാ? ലോഗ് 10 എത്രയാ? നമ്മൾ പഠിച്ചത്, ഇപ്പൊ പഠിച്ചത്. ലോഗ് 10 എത്രയാണ്? 1. ഓക്കെ, അപ്പൊ ലോഗ് 1 എത്ര? 0. ലോഗ് 10 എത്ര? 1. ഓക്കെ, ഇത് രണ്ടും നമുക്കറിയാം. ഇനി ലോഗ് 2 നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ലോഗ് 2ന്റെ ആൻസർ പറയൂ. ലോഗ് 2 എത്രയാ? 0.3010. പേടിച്ചില്ലല്ലോ. 0.3010. ലോഗ് 3 ബൈ ഹാർട്ട് ചെയ്യണം. ലോഗ് 3 ബൈ ഹാർട്ട് ചെയ്യണം. പറയൂ, ലോഗ് 3 എത്ര? ലോഗ് 3 0.4771. ഒരു കുഴപ്പമില്ല. അടുത്ത ഇനി നമ്മൾ പഠിക്കേണ്ടത് ലോഗ് 5 ആണ്. ലോഗ് 5 പറയൂ. ലോഗ് 5 എത്ര? 0.6990. അടുത്ത ഇനി വേണ്ടത് ലോഗ് 7 ആണ്. ലോഗ് 7 എത്ര? 0.8451 എന്നാണ്. ഓക്കെ, ഇത്രയും വാല്യൂസ് മാത്രം നമ്മൾ പഠിക്കുന്നു, വേറെ ഒന്നും പഠിക്കുന്നില്ല. ഓക്കെ, ലോഗ് 1 എത്രയാ? 0. ലോഗ് 10 എത്രയാ? 1. ഇനി ലോഗ് 2 പറയൂ. നോക്കിയെങ്കിലും പറയൂ. 0.3010. ഇത് ഞാൻ ചോദിക്കും, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, കമ്പൽസറി ആയിട്ട് ചോദിക്കും. അപ്പൊ പഠിച്ചു വെക്കണം. ഓക്കെ, ലോഗ് 3 എത്ര? 0.4771. ലോഗ് 5 എത്ര? 0.6990. അടുത്ത ലോഗ് 7 എത്രയാ? 0.8451. അടുത്ത ലോഗ് 10 1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് ഇടയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ച് ആൻസർ പറയണം. ലോഗ് 4 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ലോഗ് 4. ലോഗ് 4നെ ഞാൻ എന്ത് ചെയ്യും? 4നെ ഞാൻ 2 × 2 എന്ന് എഴുതും. ലോഗ് 2 × 2. ഓക്കെ, ഇതിപ്പോ ഏത് ഫോമിലായി? ലോഗ് a × b ഫോമിലായി. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 2 പ്ലസ് ലോഗ് 2 എന്ന് എഴുതാം. ഒരു കുഴപ്പമില്ല, മനസ്സിലാവായികൊന്നുമില്ല. ലോഗ് 2 എത്രയാ? നോക്കി പറയൂ. 0.3010 പ്ലസ് അടുത്ത ലോഗ് 2 എത്രയാ? 0.3010. ആൻസർ പറയൂ. 0.206. ആൻസർ 0.6020. ലോഗ് 4ന്റെ ആൻസർ കിട്ടിയുണ്ടോ? കിട്ടി. ഇനി അടുത്ത ഏതാ വേണ്ടത്? ഇനി വേണ്ടത് ലോഗ് 6 അല്ലേ? ലോഗ് 6 എന്ത് ചെയ്യുമെന്ന് പറയൂ. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. പറയൂ. ലോഗ് 6നെ ഞാൻ 2 × 3 എന്ന് എഴുതി. ഒരു കുഴപ്പമില്ല. ഇത് ഇതേ ഫോമിലാണ് ഇപ്പൊ കിടക്കുന്നത്. ആൻസർ പറയൂ. ലോഗ് 2 പ്ലസ് ലോഗ് 3 എന്നാണ്. ലോഗ് 2ന്റെ ആൻസർ പറയൂ. നോക്കി പറയൂ. 0.3010 പ്ലസ് ലോഗ് 3യുടെ ആൻസർ 0.4771 എന്നാണ്. ആഡ് ചെയ്യൂ. 1877 ആൻസർ കറക്റ്റ് ആണോ നോക്കൂ. 0.7782. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 0.7781. ഒരു പ്രശ്നമില്ലല്ലോ, കുഴപ്പമില്ല. ഇനി ഏതാണ്? ലോഗ് 8 ആണ് എനിക്ക് വേണ്ടത്. ലോഗ് 8നെ നമുക്ക് മാറ്റാം. ലോഗ് 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? ഇപ്പൊ ഇത് ഏത് ഫോമിലായെന്ന് പറയൂ. ലോഗ് a റൈസ് ടു m ഫോമിലായി. അതിന്റെ ആൻസർ എന്താണ്? m × ലോഗ് a എന്നാണ്. ഇതുപോലെ ഇതിന്റെ ആൻസർ പറയണം. പറയൂ. ഇതിനെങ്ങനെ എഴുതും? 3 × ലോഗ് 2 എന്നാണ്. എന്ന് പറഞ്ഞാൽ 3 × ലോഗ് 2ന്റെ ആൻസർ പറയൂ. 0.3010 എന്നാണ്. ഇനി നമുക്ക് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.3010 മൾട്ടിപ്ലൈഡ് ബൈ 3 പറയൂ. 0.3090. അപ്പൊ ആൻസർ എത്രയാ? 0.9030. സോ ഇറ്റ് ഈസ് യുവർ ആൻസർ 0.9031. നോ പ്രോബ്ലം. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഇനി അടുത്ത ഏതാ വേണ്ടത്? ലോഗ് 9. ലോഗ് 9നെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? 3² എന്ന് എഴുതാം. അപ്പൊ ലോഗ് 9നെ 3² എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ ആൻസർ ഏത് ഫോമിലായി? ഈ ഫോമിലായി. അപ്പൊ പറയൂ. 2 ലോഗ് 3 എന്നാണ്. ഓക്കെ, അപ്പൊ 2 × ലോഗ് 3 എത്രയാണ്? 0.4771 എന്നാണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.
4771 മൾട്ടിപ്ലൈഡ് ബൈ 2 പറയൂ 2 4 15 9. ഓക്കെ, അപ്പൊ ആൻസർ 0.9542. അത് തന്നെയാണോ ആൻസർ? ഓക്കെ ആണ്. നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയില്ലേ? എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂസ് പറയൂ. 1ന്റെ ലോഗരിതം വേണം, 2ൻ്റെത് വേണം, 3യുടേത് വേണം, 5ൻ്റെത് വേണം, 7ൻ്റെത് വേണം. ആകെപ്പാടെ 5 എണ്ണം പഠിച്ചാൽ മതി. ഏതൊക്കെയാ? 1ന്റെ ലോഗരിതം നമുക്കറിയാം, അതിപ്പോൾ പഠിച്ചു. ഓക്കെ, 1ൻ്റെത് വേണ്ട. ഇനി 2ൻ്റെത് അറിയാം, 2ൻ്റെത് വേണം, 3യുടേത് വേണം, 4 വേണ്ട, 5 വേണം, 7 വേണം. 4 എണ്ണം പഠിക്കുക. 4 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ 10 എണ്ണം എഴുതാം. ഓക്കെ അല്ലേ? ആൻസർ പറയൂ. ലോഗ് 2 എത്ര? നോക്ക്. ലോഗ് 1 എത്ര? 0. ലോഗ് 10 എത്ര? 1. ഒന്നും കൂടെ ആദ്യം. ലോഗ് 1 എത്ര? 0. ലോഗ് 10 1. ലോഗ് 1 0. ലോഗ് 10 1. ഓക്കെ, അത് രണ്ടും പഠിച്ചു. ഇനി ഏതാ വേണ്ടത്? ലോഗ് 2. ലോഗ് 2ന്റെ ആൻസർ പറയൂ. 0.3010. 0.3010. ലോഗ് 3 0.4771. 0.4771. അടുത്ത ലോഗ് 5 പറയൂ. 0.6990. 0.6990. ഇനി ഏതാ വേണ്ടത്? ലോഗ് 7 പറയൂ. 0.8451. 0.8451. 0.8451. ബുദ്ധിമുട്ടുണ്ടായോ? 0.8451. ഇല്ലാതാക്കരുത്. സി പറയൂ. ഒന്നും കൂടെ. ലോഗ് 1 0. ലോഗ് 10 1. ലോഗ് 2 0.3010. ലോഗ് 3 0.4771. അടുത്ത ലോഗ് 5 0.6990. ലോഗ് 7 0.8451. ഓക്കെ ആണേ. ഇനി അടുത്ത എന്താണ്? ലോഗ് 4 കാണാൻ എന്ത് ചെയ്യും? ലോഗ് 4നെ 2 × 2 എന്ന് എഴുതി. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോം. ഓക്കെ, എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നു. ലോഗ് 6 കാണാൻ എന്ത് ചെയ്യും? 6നെ 2 × 3 എന്ന് എഴുതി. അപ്പൊ ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോം. അപ്പൊ പറയൂ, എഴുതി ആൻസർ കണ്ടുപിടിച്ചു. ലോഗ് 8നെ നമുക്ക് എന്ത് എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ ഇത് ലോഗ് എ റൈസ് ടു എം ഫോം. അപ്പൊ എം ലോഗ് എ എന്നാണ്. അപ്പൊ 3 ലോഗ് 2 എന്ന് വരും. ഇനി അടുത്ത ലോഗ് 9 കാണാൻ പറഞ്ഞാൽ ലോഗ് 9ന് പകരം 3². അപ്പൊ 2 × ലോഗ് 3. അപ്പൊ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയുമോ? സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് കേൾക്കുന്നുണ്ടാണ്. ആദ്യമായിട്ട് പഠിക്കുന്ന സാധനമാണ്. പഠിച്ചേ പറ്റൂ. വേറെ ഒരു ഓപ്ഷനും നമ്മുടെ മുമ്പിലില്ല. ഓക്കെ, പെട്ടെന്ന് പറയണം. ആ വാല്യൂസ് ഒന്നും കൂടെ നിങ്ങൾ വായിക്കൂ. അത്യാവശ്യ വാല്യൂസ് മാത്രം മതി. 4 എണ്ണത്തിന്റെ വാല്യൂ ഒന്ന് പഠിച്ചേ. ആ 4 എണ്ണത്തിന്റെ മാത്രം വാല്യൂസ് പഠിച്ചോ? എന്താണ് എഴുതിക്കുന്നത്? ആദ്യത്തെ പറയൂ. നമുക്കറിയാന്നുള്ള സാധനം ലോഗ് 1 എത്രയാ? ലോഗ് 1 0. അടുത്ത ലോഗ് 10 1. ഓക്കെ, ഇത് രണ്ടും നമുക്കറിയാം. ഇനി ലോഗ് 2ന്റെ വാല്യൂ പറയൂ. ലോഗ് 2 പറയൂ. 0.3010. അടുത്ത ലോഗ് 3 പറയൂ. ലോഗ് 3 പെട്ടെന്ന് പറയൂ. 0.4771. അല്ലേ? അപ്പുറത്തുള്ളതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ നോക്കി പറയാൻ. ഇനി അടുത്ത പെട്ടെന്ന് പറയണം. അടുത്ത ലോഗ് 5ന്റെ ആൻസർ പറയൂ. ലോഗ് 5 പറയൂ. 0.6990. അടുത്ത ലോഗ് 7 പറയൂ. ലോഗ് 7 പറയൂ. 0.8451. ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ ആവണം. ബാക്കി നമുക്ക് ഒപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ബെറ്റർ എന്ന് പറയുന്നത് ഈ 10 എണ്ണവും പഠിക്കുക എന്നുള്ളതാണ്. ബെറ്റർ നല്ല രീതിയിൽ 10 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തടസ്സം എങ്ങും ഉണ്ടാവില്ല. കാരണം എൻട്രൻസ് ഒക്കെ എഴുതുമ്പോൾ ഇത് പലയിടവും നമുക്ക് കയറി കുരുക്കായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ബെറ്റർ ലോഗ് 1, ലോഗ് 2, ലോഗ് 3, ലോഗ് 4, ലോഗ് 5, ലോഗ് 6, ലോഗ് 7, ലോഗ് 8, ലോഗ് 9, ലോഗ് 10. ഓക്കെ, ഇനി നിങ്ങൾ സ്റ്റെപ്പ് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. നോക്കൂ, എനിക്ക് ലോഗ് 4 കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ, സഹിക്കാൻ പറ്റുന്നില്ല. നോക്ക്, ലോഗ് 4 കണ്ടുപിടിച്ചേ പറ്റൂ. നോക്കൂ, നിങ്ങൾ പറയൂ എന്ത് ചെയ്യും? ലോഗ് 4നെ എന്ത് ചെയ്യും? 2 × 2 എന്ന് എഴുതും. അല്ലേ? 2 × 2 എന്ന് എഴുതും. ഇനി ഏത് ഫോമിലായിരിക്കും അഖിലെ ആൻസർ എഴുതുക? നമ്മൾ ഇതിപ്പോ ഏത് ഫോമിലായിരിക്കുന്നത്? ലോഗ് എ ബി ഫോമിലാണ്. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ ആദിത്യൻ. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ പ്ലസ്
ലോഗ് ബി എന്നാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ലോഗ് 2 പ്ലസ് ലോഗ് 2. ഇനി യു പുട്ട് യുവർ വാല്യൂസ്, യു വിൽ ഗെറ്റ് യുവർ റിസൾട്ട്. ഒരു പ്രശ്നമില്ലല്ലോ. ഇനി ഏതാ വേണ്ടത്? ലോഗ് 4, ലോഗ് 5, ലോഗ് 6 വേണം അല്ലേ? ലോഗ് 6 വേണം. സോ ലോഗ് 6നെ നമ്മൾ എന്ത് ചെയ്യും? 6നെ ആദ്യത്തിന് എന്ത് ചെയ്യും? 6നെ 2 into 3. ഏത് ഫോമിലായി? വീണ്ടും ലോഗ് എ ബി ഫോമിലായി. ആൻസർ പറയൂ. ലോഗ് 2 പ്ലസ് ലോഗ് 3. ഇനി നിങ്ങൾ ഇത് രണ്ടിന്റെയും വാല്യൂ ഇടുക, ആഡ് ചെയ്യുക. ഓക്കെ, പ്രശ്നമില്ല. അടുത്തത് ലോഗ് 8 ആണ് വേണ്ടത്. ലോഗ് 8 എന്ത് ചെയ്യും എന്ന് പറയൂ. ലോഗ് 8നെ നമുക്ക് എന്ത് ചെയ്യാം? 2 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? അപ്പൊ 2 ക്യൂബ് എന്ന് എഴുതി. അപ്പൊ ആൻസർ ഇപ്പൊ ഏത് ഫോമിലായി? ലോഗ് എ റൈസ് ടു എം ഫോമിലായി. എന്തെന്ന് എഴുതാം? എം ലോഗ് എ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 3 ലോഗ് 2. അപ്പൊ 3 into ലോഗ് 2 കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസർ ആയി. ഇനി ഏതാ വേണ്ടത്? ലോഗ് 9 ആണ്. ലോഗ് 9 ആണ്. എന്ത് ചെയ്യുമെന്ന് പറയൂ. ലോഗ് 9നെ നമുക്ക് എന്തെന്ന് എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിപ്പോ ഈ ഫോമിലല്ലേ കിടക്കുന്നത്, അതുപോലെ പറയൂ. 2 ലോഗ് 3 എന്നാണ്. അപ്പൊ 2 into ലോഗ് 3 കണ്ടുപിടിക്കുക. നിങ്ങളുടെ ആൻസർ ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ സമാധാനമായിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തരൂ. ലോഗ് 1ന്റെ ആൻസർ 0, ലോഗ് 10ന്റെ ആൻസർ 1, ലോഗ് 2ന്റെ ആൻസർ 0.3010, ലോഗ് 3യുടെ ആൻസർ 0.4771. ഇനി ലോഗ് 5ന്റെ ആൻസർ 0.6990, ലോഗ് 7.8451. ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക. പിന്നെ ബെറ്റർ ഞാൻ പറഞ്ഞു, ഫുൾ ലോഗരിതം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ലോഗരിതത്തിലുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് +1ലും +2ലും ഒക്കെ പല ഭാഗങ്ങളിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ചോളണം. ഓക്കെ, ഏത് ഉറക്കത്തിൽ വിളിച്ചാലും ഇതിൻ്റെയൊക്കെ വാല്യൂസും പറയണം. അപ്പം ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ച് പോവാം. സ്റ്റാർട്ടിങ് ഔട്ട്, ലോഗരിതത്തിൻ്റെ സ്റ്റാർട്ടിങ് ഔട്ട്. ഓക്കെ, നിങ്ങൾ ആൻസർ എല്ലാം പറയണം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോയാൽ മതി. സി 8 സ്ക്വയർ. വാട്ട് ഈസ് 8 സ്ക്വയർ? 64. ഈ ഫോമിനെ പറയുന്ന പേര് എക്സ്പോണൻഷ്യൽ ഫോം അല്ലേ? ഇതിന്റെ ലോഗരിതമിക് ഫോം പറയൂ, പെട്ടെന്ന് പറയൂ. ലോഗ് 64 to the base 8 is equal to 2. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ ലോഗരിതം ഓഫ് 64 to the base 8? It is a power to which 8 is to be raised to get 64. So what is a power to be raised? So 2 is a power. So 8 raised to 2 gives 64. So answer is 2. So what do you mean by logarithm of a number with a given base? It is a power to which the base is to be raised to get the number. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി എത്ര ടൈപ്പ് ലോഗരിതം ഉണ്ട്? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ. ഒരു നമ്പറിന് 2 ലോഗരിതം, 2 ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. If the base is different. So same number will have different logarithms provided the base should be different. Okay, then അടുത്ത എന്താണ്? log a to the base a equal to dash. പറയൂ, equal to dash. പറയൂ. a raised to 1 is a. So answer is 1. No problem. Then എത്ര ടൈപ്പ് ലോഗരിതം? 2 ടൈപ്പ്. ഏതൊക്കെയാണ്? കോമൺ ലോഗരിതം ആൻഡ് natural logarithm. Common logarithm and natural logarithm. Then what is the base of common logarithm? 10. Base of natural logarithm? E. So what is E? E is an irrational number. It is a special number. It is called Euler's number. Then what is the answer of E? 2.718 approximately. അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. Then അടുത്ത എന്താണ് പറഞ്ഞത്? ഒരു ഇക്വേഷൻ പറഞ്ഞു അല്ലേ? സാധാരണ ലോഗ് എ എന്ന് മാത്രം ഞാൻ എഴുതി. ഇറ്റ്സ് മീനിങ് ഈസ് ലോഗ് എ ടു ദ ബേസ് പറഞ്ഞാൽ മതി. ബേസ് 10. അപ്പോ 10 ബേസ് ഉള്ള നമ്പറിന് എന്ത് എഴുതണമെന്നില്ല? 10 എഴുതണമെന്നില്ല. ബേസ് 10 ആണെങ്കിൽ 10 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി അടുത്തെന്താണ്? ലോഗ് എ ടു ദ ബേസ് ഇ എ നമ്മൾ വേറെ രീതിയിൽ എഴുതുമെന്ന് പറഞ്ഞല്ലോ. എന്താണ്? ln a. ഇതിന്റെ ആൻസർ കാണാൻ എന്ത് ചെയ്യും? പറയൂ. 2.303. പറയൂ. ലോഗ് എ
ടു ദ ബേസ് 10 കണ്ടാൽ മതി. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ലോഗ് എ ടു ദ ബേസ് ഇ കാണാൻ 2.303 ലോഗ് എ ടു ദ ബേസ് 10 കണ്ടാൽ മതി. അതല്ലേ പഠിപ്പിച്ചേ? ഇനി നമ്മൾ ഇക്വേഷൻസ് ആണ് പറഞ്ഞത് അല്ലേ? പറയൂ, ഇക്വേഷൻസ് പറയൂ. ലോഗ് എ ഇൻറ്റു ബി കാണാൻ പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. ഒരു ബുദ്ധിമുട്ടില്ല. അടുത്തെന്താണ്? ലോഗ് എ ബൈ ബി കാണാൻ പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി എടുക്കും. അടുത്തെന്താണ്? ലോഗ് എ റൈസ് ടു എം കാണാൻ പറഞ്ഞാൽ എം ലോഗ് എ കാണണം. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞോളൂ. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ച സെക്ഷൻ. ഏതാണ്? ലോഗരിതം. അപ്പോൾ ലോഗരിതം നല്ല വൃത്തിയായിട്ട് സ്മാർട്ടായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ ഇതെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ വാല്യൂസും എല്ലാം ചോദിക്കും. 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ ലോഗരിതം ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ?